നമുക്കൊരു കലാകാരനെ കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. അതായത് നമ്മുടെ കൊളുത്തുപ്പുഴയിലുള്ള നമ്മുടെ എല്ലാവർക്കും അറിയേണ്ട ഒരു കലാകാരനാണ്. ഇതാണ് ഈ കലാകാരൻ. നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ കഴിവെന്ന് മനസ്സിലാക്കി നോക്കൂ. അതിനുശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. പാതി ജീവൻ കൊണ്ട് ദേഹം വാഴ്ന്നു വന്നതോ, மீதி ജീവൻ എന്നെ பார்த்த போது வந்ததோ, ஏதோ சுகம் உள்ளூருதே, ஏனோ மனம் தள்ளாடுதே, ஏதோ சுகம் உள்ளூருதே, ஏனோ மனம் தள்ளாடுதே, விரல்கள் தொடவா விருந்தை பெறவா, மார்போடு கண்கள் மூடவா, மலரே மௌனமா, மலர்கள் பேசுமா. അപ്പോൾ കണ്ടുള്ള ചെക്കൻ വയലിൻ മാത്രമല്ല, ചെക്കൻ കീട്ടിലോട്ട് പാടുകയും ചെയ്യും. ഞാൻ രണ്ടാമത് ഇറങ്ങാൻ പോയി നേരത്തെ വെച്ചേ വേറെന്തുണ്ട് ചെക്കൻ ചെറുതായിട്ട് പാടുന്നു. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ പയ്യന്മാരുടെ പറയുമ്പോൾ ജാടെ ഒന്ന് പാടാൻ പറയുമ്പോഴത്തേക്ക് കണ്ടേ നമ്മുടെ പയ്യൻ പാടാൻ ഞൊടിയിലാണ്ട് അപ്പോഴട്ടക്ക പാടുകയാണ്. അപ്പം എല്ലാവർക്കും പാട്ട് പാടാനായിക്കോട്ടെ, വയലിന് വേറെന്തൊക്കെ അറിയാം, ഇത് രണ്ടുമാണ് മെയിൻ. ഇത് രണ്ടുമാണ് മെയിൻ. അപ്പോൾ നിങ്ങളുടെ കല്യാണ ഫംഗ്ഷൻസ് അതുപോലെ തന്നെ ഓരോ പ്രോഗ്രാംസ് ഞങ്ങൾ കാര്യങ്ങൾക്കെല്ലാം പയ്യനെ വിളിക്കാം. അപ്പം നമ്മുടെ നാടിൻ്റെ ഒരു അഭിമാനം കൂടാണ്. ഇങ്ങനെ ഒരുപാട് പേര്, അതായത് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ കഴിവുള്ള പലതരത്തിൽ കഴിവുള്ള ആൾക്കാർ ഒരുപാട് പേര് ഒളിഞ്ഞിരിപ്പുണ്ടും. ഇത്തരത്തിലുള്ള പയ്യന്മാരെ നമുക്ക് വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ കൂടെ നമ്മുടെ പേജിൽ കൂടെ നമുക്ക് പരിചയപ്പെടുത്താം. അപ്പം ഞാൻ നമ്മുടെ മുജീബാക്കയുടെ മോനപ്പം സിയാദ് ജംസിയാദ് കൊളുത്തുപ്പുഴ. കൊളുത്തുപ്പുഴ വിഷ്ണു നാടൻ മാന്ത്രിക വിരലുകൾ കൊണ്ട് കണ്ട് നമ്മുടെ ഇതിൻ്റെ പേരുന്നതിൻ്റെ പറഞ്ഞ കറക്റ്റ് വയലിനാണ് അടിപൊളിയായിട്ട് പാടുവാണ്. നമ്മുടെ നാട്ടുകാർക്ക് പരിചയപ്പെടുത്തുകയാണ്. നിങ്ങളുടെ കലാകാരന്മാരെ പരിചയപ്പെടുത്താൻ കൂടി വേണ്ടിയാണ് നമ്മുടെ പേജുള്ളത്. വിഷ്ണു സ്ഥലം കൊളുത്തുപുഴ സാംനഗറിലുള്ള പയ്യന വിഷ്ണുവാണ്. അടിപൊളിയായിട്ടാണ് വയലിൻ വായിക്കുന്നത്. അപ്പം പരിപാടിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിഷ്ണു നമ്പർ ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾ വിളിക്കണം. ചെറിയൊരു പോഷൻ മാത്രമേ മുടി വെട്ടാൻ വേണ്ടി കട വന്നേ. നമ്മുടെ 6 കട ആയതുണ്ട്.